ഏറെ ഗുരുതരമായ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നിയമസഭാ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു മദ്യ മുതലാളി പരസ്യമായി പുറത്തു വന്നുകൊണ്ട് 2.5 ലക്ഷം രൂപ വീതം വെച്ച് ഈ നാട്ടിലെ 800 ബാറുകാർ കൊടുത്ത് 20 കോടി രൂപ പിരിച്ചു കൊടുത്താൽ ഈ നാട്ടിലെ ഡ്രൈ ഡേ ഒഴിവാക്കിക്കൊണ്ട് ഈ നാട്ടിലെ ബാറുകളുടെ സമയം 12 മണി വരെ നീട്ടിക്കൊടുക്കാമെന്ന് ഒരു സർക്കാർ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് എന്ന് ഈ നാട്ടിലെ 10-20 ബാർ നടത്തുന്ന ഒരു ബാർ മുതലാളി അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുത്ത സന്ദേശം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പ്രാരംഭഘട്ടത്തിലെ ചർച്ച പോലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്ന് കള്ളം പറഞ്ഞ MP രാജേഷും മുഹമ്മദ് റിയാസും അവരുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂം മീറ്റിംഗ് വിളിക്കുകയും അതിനകത്തിട്ട് ബാർ മുതലാളിമാരെ ക്ഷണിക്കുകയും ഈ മദ്യ നയത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇത്ര നഗ്നമായി ഈ നാട്ടിൽ അഴിമതി നടത്തുകയും ആ അഴിമതിക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത ഈ നാട്ടിലെ ടൂറിസം വകുപ്പിനും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പിനും നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാർ രാജിവെക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് സമരവുമായി ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് നേരത്തെ UDF-ന്റെ ഭരണകാലത്ത് എത്രമാത്രം സമരം നടത്തിയിട്ടുള്ളവരാണിവർ. അന്ന് നിയമസഭയുടെ അകത്ത് പോലും താണ്ഡവ നൃത്തമാടിയ ഈ സഖാക്കൾ ചേർന്ന് ഇന്ന് നഗ്നമായ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ എക്സൈസ് വകുപ്പ് തീരുമാനിക്കേണ്ട കാര്യം ടൂറിസം വകുപ്പ് മുൻകൈയെടുത്ത് തീരുമാനിക്കുന്നത് ഒരു സംശയവും വേണ്ട. ഇതിന്റെ അഴിമതി ക്ലിഫ് ഹൗസിലെ രംഗണ്ണൻ നടത്തിയതാണ്. ആ രംഗണ്ണൻ നടത്തിയ അഴിമതി പുറത്തു കൊണ്ടുവരാൻ ഈ അഴിമതിയുടെ ആശാൻ എന്ന് പറയുന്നത് ക്ലിഫ് ഹൗസിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനും മരുമകൻ റിയാസുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് അവർ പുറത്താക്കുക, അല്ലെങ്കിൽ അവർ രാജിവെച്ചു പോവുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് ഈ മാർച്ച് സംഘടിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. 1957-ൽ രൂപീകൃതമായ കേരളത്തിൽ 2015 വരെയുള്ള ബാറുകളുടെ എണ്ണം 400 ആയിരുന്നു. അത് 2015 അവസാനത്തിൽ UDF സർക്കാരിന്റെ നയപ്രകാരം 400-ൽ നിന്ന് 29 ആക്കി. പക്ഷേ 2016-ൽ അധികാരമേറ്റെടുത്ത LDF സർക്കാർ കാലം ഇന്ന് എത്തി നിൽക്കുമ്പോ 801 ബാറുകളാണ്. 1957-ൽ EMS തൊട്ട് 2015-ൽ ഉമ്മൻചാണ്ടി നിർത്തലാക്കുന്നത് വരെ കൊടുത്ത ബാറുകളാണ് കഴിഞ്ഞ 7 കൊല്ലം കൊണ്ട് ഈ സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ നാട്ടിൽ മദ്യമൊഴുക്കിക്കൊണ്ട് ഈ നാട്ടിലെ സാധാരണ ചെറുപ്പക്കാരെ ലഹരിയിലാഴ്ത്തിക്കൊണ്ട് പണം സമ്പാദിക്കാനുള്ള CPM-ന്റെയും പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും ശ്രമമാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അതിനെതിരായി ശക്തമായ പ്രതിഷേധം, ആ പ്രതിഷേധമാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാഹുൽ മങ്കൂട്ടത്തിലിനെ ഈ യോഗത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷന്മാർ OJ ജനീഷ്, അരിത ബാബു, വൈശാഖ്, അനൂതാജ്, ഷിബിന അടക്കമുള്ള ഉപാധ്യക്ഷന്മാരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ജില്ലാ പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ അടങ്ങുന്ന എല്ലാ സഹപ്രവർത്തകരെയും ഈ യോഗത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു.